ഞാൻ റീസെന്റ് കണ്ട ഒരു കൊറിയൻ ത്രില്ലർ മൂവിയാണ് ഹൈജാക്ക് 1971. 1971 കൊറിയയിൽ നടന്നിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ഹൈജാക്കിന്റെ ട്രൂ ഇവന്റ്സിനൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു മൂവി അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എൻറ്റയർ മൂവി നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ആ ഒരു ഫ്ലൈറ്റിന്റെ അകത്ത് ഇരുന്ന് ട്രാവൽ ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അത്ര നൈസ് ആയിട്ടാണ് ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരുപാട് ഹൈജാക്കിംഗ് മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു മൂവി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അത്ര നൈസ് ആയിട്ടാണ് അവർ ഈ ഒരു എൻറ്റയർ മൂവി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. സ്ഥിരം പ്രസന്റേഷൻ സ്റ്റൈലോ അല്ലെങ്കിൽ സ്ഥിരം ക്ലീഷ എലമെന്റ്സോ ഒന്നുമില്ല. ഒരു പുതുമയുണ്ട് ഒരു സ്റ്റോറി ലൈനിൽ കാണാനായിട്ട്. ആൻഡ് ഇതിന്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ 1971 ഒരു ഫ്ലൈറ്റ് ഹൈജാക്കി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത്ര വലിയ സെക്യൂരിറ്റി ഒന്നുമില്ല. ഈ ഫ്ലൈറ്റിൽ നമ്മളിപ്പോൾ ബസ്സിലൊക്കെ റിസർവ് ചെയ്ത ടിക്കറ്റ് എടുത്ത് നേരെ ഓടി കയറത്തില്ല, അതുപോലെയാണ് ആൾക്കാർ കയറിക്കൊണ്ടിരുന്നത്. ഈ ഒരു സിനിമയിൽ അത് പറയുന്നുണ്ട്. കാരണം ആ ഒരു കാലഘട്ടം 60s 70s ആ റിസർവേഷനും വന്നിട്ടില്ല. ഈ സിനിമയിൽ ഒരു ഡയലോഗിൽ അവർ പറയുന്നുണ്ട് ഇനിയെങ്കിലും ഫ്യൂച്ചറിൽ റിസർവേഷൻ ഒക്കെ വരുമായിരിക്കും. കാരണം ഫ്ലൈറ്റ് കൊണ്ട് നിർത്തും, ടിക്കറ്റ്സ് എടുത്തവരൊക്കെ ആ ഡോറിന്റെ അവിടെ വെയിറ്റ് ചെയ്യും. ഡോറ് തുറക്കുന്നതും നമ്മൾ ഈ ഫസ്റ്റ് ഷോ സിനിമയ്ക്കൊക്കെ ഇറങ്ങി ഓടത്തില്ല, അതുപോലെയാണ് ആൾക്കാർ ഓടിക്കയറുന്നത് സീറ്റ് പിടിക്കാനായിട്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ റിസർവേഷൻ ടിക്കറ്റ്സോ ഒന്നുമില്ല. നേരെ പോയി എയർപോർട്ടിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കുന്നു, അവർ ഫ്ലൈറ്റിൽ കയറി പോകുന്നു. നമ്മൾ ബസ്സിൽ പോകുന്ന സെയിം പാറ്റേൺ ആണ്. ആൻഡ് ആ ഒരു സമയം തന്നെ ഈ ഒരു 60 70 കാലഘട്ടത്തിലാണ് ഈ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ വാറും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയയിലുള്ള ആൾക്കാർ സൗത്ത് കൊറിയയിൽ നിന്ന് ഒരുപാട് ഒരു ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ അവിടെ നിന്ന് സ്പൈ ഇങ്ങോട്ട് വരുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ ടൈമിലാണ് ഒരു 23 വയസ്സായ ഒരു പയ്യൻ സൗത്ത് കൊറിയയിൽ നിന്ന് നോർത്ത് കൊറിയയിലോട്ട് ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുന്നത്. സോ പിന്നീട് എന്ത് നടന്നതാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. സോ ആ ഒരു ഫ്ലൈറ്റ് നോർത്ത് കൊറിയയിലോട്ട് പോയോ അല്ലെങ്കിൽ ആ പാസഞ്ചേഴ്സ് ഒക്കെ സേഫ് ആണോ അല്ലെങ്കിൽ പൈലറ്റ് എന്ത് ചെയ്തിട്ടാണ് എല്ലാവരും രക്ഷപ്പെടുത്തിയത്. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടാണ് സിനിമ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 23 വയസ്സായ ഒരു പയ്യൻ ഒറ്റയ്ക്ക് ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്താൽ എങ്ങനെയായിരിക്കും അത് നിങ്ങൾ കണ്ടു നോക്കണം. സിനിമ അത്ര കിടിലായിട്ടാണ് ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്തിരിക്കുന്നത്. വന്നു പോകുന്ന എല്ലാ ആൾക്കാരും ആ ഫ്ലൈറ്റിലിരിക്കുന്ന ഒരു പാസഞ്ചർ ആയാലും പോലും അത്ര അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ആ ഒരു ക്ലൈമാക്സ് പോർഷൻ ആയാലും എല്ലാം നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു 1.5 മണിക്കൂറുള്ള സിനിമ, ആ ഒരു 1.5 മണിക്കൂറിൽ ഒരു ലാഗും കാര്യങ്ങളൊന്നും ഇല്ല. വളരെ എൻഗേജിംഗ് ആയിട്ടും വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ ഒരു മൂവി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. ഫ്ലൈറ്റ് ഹൈജാക്കിംഗ് മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. സോ അങ്ങനത്തെ ജോണേഴ്സ് ഇഷ്ടമില്ലാത്തവരും ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ഒരു 1.5 മണിക്കൂർ നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു എൻഗേജിംഗ് ഫീൽ ഒക്കെ തരുന്ന മൂവി തന്നെയാണ് ഹൈജാക്ക് 1971. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.